ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാർ ചട്ടിപ്പത്തിരിയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് പീസ് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി അരിഞ്ഞത്, 2 തണ്ട് കരിവേപ്പിലയുടെ ഇല, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇതിൽ 1/4 ടീസ്പൂൺ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപയോഗിക്കും, 1/4 ടീസ്പൂൺ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ നമ്മൾ ചിക്കൻ വേവിക്കാൻ ഉപയോഗിക്കും, 1/2 ടീസ്പൂൺ മസാലയിലേക്കും ഉപയോഗിക്കും. ഗരം മസാല 1/2 ടീസ്പൂൺ. മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ നിങ്ങൾ ഷ്രെഡ് ചെയ്തെടുക്കുക. ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിടുക. പൊടികളുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഈ മസാലയായിട്ട് നല്ലോണം മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ മസാലയായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കുക. പിന്നെ ഈ മസാലയിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണിയാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എത്രയാണെന്ന് നമുക്ക് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തത്. ഞാൻ ഒത്തിരി ചൂടല്ല, ഒരു വാം വാട്ടർ. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ പത്തിരി കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പത്തിരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഉപ്പും വെളിച്ചെണ്ണയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ഒരുമിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്.
ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുഴയ്ക്കാൻ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതായിരിക്കണം ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് കുഴച്ച് വെച്ച പത്തിരിയുടെ ഡോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. നല്ലോണം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈക്വലായിട്ട് ഡോ 6 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് റോൾ ചെയ്യുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നിങ്ങൾ ചട്ടിപ്പത്തിരി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിൻ്റെ വലുപ്പത്തിന് അനുസരിച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് പരത്തിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പലകയിലോ എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കണം. ഇനി നിങ്ങൾക്ക് എക്സാക്ട് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്തിൻ്റെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ടിഫിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 5 ഉരുളകളും പരത്തിയെടുക്കാം. ഇപ്പം എല്ലാ ചട്ടിപ്പത്തിരിയും നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ അത്രയും ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് നമ്മൾ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകുന്നു. അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വൈറ്റ് ഡോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ടിട്ടും 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചട്ടിപ്പത്തിരിയും ഒന്ന് ചുട്ടെടുക്കാം. ചട്ടിപ്പത്തിരി ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ജസ്റ്റ് പൊട്ടിക്കുമ്പോൾ ഒന്ന് കലങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് വിസ്കോ ഫോർക്കോ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം. പാല് ചേർക്കുമ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബ്രഷോ അല്ലെങ്കിൽ നിങ്ങൾ കയ്യോ വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലും എല്ലാം നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചുട്ടെടുത്ത പത്തിരി ഈ എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പത്തിരി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒന്ന് ഈവൻ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പത്തിരിയും ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. പത്തിരി പരത്തിയിട്ട് നിങ്ങൾ ഒത്തിരി സമയം വെക്കരുത്. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ലെയറും കൂടിയേ വെക്കാനുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ്ചർ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സൈഡിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിൻ്റെ മേലെ വെക്കാൻ പാടില്ല. ഒരു തവ വെച്ച് കൊടുക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്നതോ അല്ലെ യൂസ് ചെയ്യാത്തതോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് വെച്ച പാത്രം വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് വെച്ച പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരിക്കലും ഗ്യാസിൽ ഡയറക്റ്റ് നമ്മൾ ആ പാത്രം വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇത് സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് എടുക്കേണ്ട ഒരു ഡിഷാണ്. ചട്ടിപ്പത്തിരി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാന് വെച്ചിട്ട് ഇത് തിരിച്ചിടണം. ഇനി ഈ പാന് വെച്ചിട്ട് നമുക്കിതൊന്ന് കമത്തിയെടുക്കാം. ഇപ്പൊ നമ്മളിത് കമത്തിയിട്ട് വേറൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പാനും നമ്മൾ അടിയിൽ നേരത്തെ വെച്ച ആ ഒരു തവേന്റെ മേലെ തന്നെ വെച്ചിട്ടൊരു 10 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമത്തിയ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ സെന്ററിലോട്ടേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് ചട്ടിപ്പത്രി തിരിച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസിന്റെ തീ ഓഫ് ചെയ്യാം. ചട്ടിപ്പത്രി നല്ലോണം ആയിട്ടുണ്ട്. ചട്ടിപ്പത്രി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക.